ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ ഏറ്റവും അവസാനത്തെ സിനിമ വിൻ ഡീസൽ നേരിട്ട് വന്ന് അനൗൺസ് ചെയ്ത കാര്യം നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. സ്ട്രീറ്റ് റേസിനെ ഫോക്കസ് ചെയ്തായിരിക്കും ഈ സിനിമ എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ സിനിമയെങ്കിലും നന്നായിരിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഈ ഫ്രാഞ്ചൈസി ഇപ്പൊ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ്. വരാനിരിക്കുന്ന സിനിമയിലും വില്ലനാകാൻ പോകുന്നത് ജെയ്സൺ മമോവയുടെ ക്യാരക്ടർ ആവാനാണ് സാധ്യത. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ സിനിമയുടെ ക്വാളിറ്റി ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 5 കൂടി ഫ്രാഞ്ചൈസി നിർത്തേണ്ടതായിരുന്നു. 6ഉം 7ഉം പിന്നെ നമുക്ക് കണ്ടിരിക്കാം. അതിനുശേഷം നടക്കുന്നത് ഒന്നും തന്നെ കാറുമായിട്ടോ റേസിംഗുമായിട്ടോ ഒന്നും തന്നെ ബന്ധമുള്ള കാര്യങ്ങളേ അല്ല. ഫാമിലി എന്ന കോൺസെപ്റ്റിന്റെ പേരിൽ ഇവര് മരിച്ച ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നു. ഒരു ക്യാരക്ടറിന് തന്നെ അച്ഛനെയും അമ്മയും ആങ്ങളെയും പെങ്ങളെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സിനിമ കൊളവാക്കി വെച്ചിരിക്കുകയാണല്ലോ. കാറും എടുത്തോണ്ട് സ്പേസ് വരെ പോയ ഈ സിനിമയിൽ നാളെ ടൈം ട്രാവലിങ്ങോ മൾട്ടിവേഴ്സോ ഒക്കെ കണ്ടാലും നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിൻ ഡീസൽ എടുത്തു പറഞ്ഞു ഡൊമിനിക് ടൊററ്റോയും ബ്രയൻ ഒക്കോണറുമായിട്ടുള്ള റീയൂണിയൻ നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ബ്രയന്റെ ഫേസ് CJ തിരിച്ചു കൊണ്ടുവരാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് വർക്കൗട്ട് ആവും എന്നുള്ളത്. ഫാൻസ് കൈയടിക്കുമായിരിക്കും, പക്ഷെ സിനിമ കോമഡി ആയി കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനോടുള്ള ഏറ്റവും വലിയൊരു ഇൻസൾട്ട് ആയിരിക്കും ഇത്. ഇനി അല്ല, ഇത് സിംബോളിക് ആയിട്ടാണ് ഉദ്ദേശിച്ചത്, ബ്രയന്റെ കാറിൽ ടൊററ്റോ പോയി ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ട് ആയേക്കാം.